ഹായ് ഫ്രണ്ട്സ്, നേത്രവൈകല്യങ്ങൾ, രോഗങ്ങൾ, ചെവി ഇവ രണ്ടുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 2 ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു നേത്രവൈകല്യങ്ങളെക്കുറിച്ചും ചെവിയെക്കുറിച്ചും. കാണാത്തവർ ആ വീഡിയോ കൂടി കാണുക. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അതിലും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബാക്കി ഭാഗം ഈ ക്ലാസ്സിൽ നോക്കാം. പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് തിമിരം. ഇതുവരെ നമ്മൾ പഠിച്ചു. ബാക്കി ഭാഗം നോക്കാം. തിമിരം വന്നവർക്ക് മാറ്റിവയ്ക്കപ്പെടുന്ന ഭാഗമാണ് ലെൻസ്. കോർണിയ മാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് പറയുന്ന പേര് കെരാറ്റോപ്ലാസ്റ്റി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കെരാറ്റോപ്ലാസ്റ്റി? കോർണിയ മാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റി. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലൂക്കോമ. എന്താണ് ഗ്ലൂക്കോമ? നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലൂക്കോമ. ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യമാണ് ഗ്ലൂക്കോമ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യമാണ് ഗ്ലൂക്കോമ. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലൂക്കോമ. ഇതാണ് നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം. ഏതാണ്? ഗ്ലൂക്കോമ. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അദാര്യവുമായി തീരുന്ന അവസ്ഥയാണ്. അതായത് കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥയാണ് സെറോഫ്താൽമിയ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന കാഴ്ച വൈകല്യമാണ് പ്രസ്ബയോപ്പിയ. വെള്ളെഴുത്ത് എന്നറിയപ്പെടുന്നു. എന്താണ് പ്രസ്ബയോപ്പിയ? വെള്ളെഴുത്താണ്. ഓക്കെ, കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന കാഴ്ച വൈകല്യമാണ് പ്രസ്ബയോപ്പിയ അഥവാ വെള്ളെഴുത്ത്. അതുപോലെ സെറോഫ്താൽമിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 2 കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് കോങ്കണ്ണ്. അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന രോഗമാണ് ചെങ്കണ്ണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന രോഗമാണ് എന്ത്? ചെങ്കണ്ണ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയുമുള്ള ഒരു വ്യക്തി ഉപയോഗിക്കേണ്ട ലെൻസ് ഏതാണ്? ബൈഫോക്കൽ ലെൻസ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയുമുള്ള ഒരു വ്യക്തി ഉപയോഗിക്കേണ്ട ലെൻസ് ഏതാണ്? ബൈഫോക്കൽ ലെൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ എന്ന് അറിയപ്പെടുന്നു. എന്താണ് മയോപ്പിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി എന്നറിയപ്പെടുന്നത്? അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും എന്നാൽ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ എന്ന് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺകേവ് ലെൻസ്. എന്താണ് ലെൻസ്? കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ അവതല ലെൻസ് എന്നുകൂടി അറിയപ്പെടുന്നു. ഓക്കെ, അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ. എന്താണ് ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ ദീർഘദൃഷ്ടി എന്നറിയപ്പെടുന്നത്? അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ. രണ്ടും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് അഥവാ ഉത്തല ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുൻപിലാണ്. ദീർഘദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് പിറകിലാണ്. ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ റെറ്റിനയ്ക്ക് മുൻപിലും ദീർഘദൃഷ്ടിയുള്ളവരിൽ റെറ്റിനയ്ക്ക് പിറകിലുമായാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്. ഓക്കെ, പ്രസ്താവന ചോദ്യമായി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം. എന്താണ് വിഷമദൃഷ്ടി? നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം. അസ്റ്റിഗ്മാറ്റിസം അഥവാ വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ്
സിലിണ്ടറിക്കൽ ലെൻസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ആണ്. ഓക്കെ, എന്താണ് വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്? സിലിണ്ടറിക്കൽ ലെൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നേത്രവൈകല്യങ്ങൾ രോഗങ്ങൾ എന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി ചെവിയെക്കുറിച്ച് നോക്കാം. ഓക്കെ, ചെവിയെക്കുറിച്ച് നോക്കാം. ചെവിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓട്ടോളജിയാണ്. അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. ഓക്കെ, ബാക്കി ഭാഗം ഈ ക്ലാസ്സിലെടുക്കാം. മധ്യകർണത്തിൻ്റെ ഭാഗങ്ങളാണ് കർണപടം, അസ്ഥി ശൃംഖല, ഓവൽ വിൻഡോ, യൂസ്റ്റേഷ്യൻ നാളി, റോൺ വിൻഡോ. ഇത്രയുമാണ് മധ്യകർണത്തിൻ്റെ ഭാഗങ്ങൾ. ആന്തരകർണത്തിൻ്റെ ഭാഗങ്ങൾ വെസ്റ്റിബ്യൂൾ, കോക്ലിയ, വെസ്റ്റിബുലാർ നാഡി, അർദ്ധവൃത്താകാര കുഴലുകൾ, ശ്രവണനാഡി. ഇത്രയുമാണ് ആന്തരകർണത്തിൻ്റെ ഭാഗങ്ങൾ. ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ബാഹ്യകർണത്തിലെ ഭാഗമാണ് ചെവിക്കുട. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചെവിക്കുട? ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ബാഹ്യകർണത്തിലെ ഭാഗമാണ് ചെവിക്കുട. ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ബാഹ്യകർണത്തിലെ ഭാഗമാണ് കർണനാളം അഥവാ ഓഡിറ്ററി കനാൽ. മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള സ്തരമാണ് കർണപടം. ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്തരമാണ് കർണപടം. ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്തരം ഏതാണ്? കർണപടം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേക്ലിയൻ നാഡി. പ്രീവിയസ് ആണ്. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? യൂസ്റ്റേക്ലിയൻ നാഡി. കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നത് യൂസ്റ്റേക്ലിയൻ നാളിയാണ്. മധ്യകർണത്തിലെ പ്രധാന അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ആണ്. മധ്യകർണത്തിലെ പ്രധാന അസ്ഥികൾ ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഓക്കെ, സ്റ്റേപ്പിസിൻ്റെ ചലനത്തിലൂടെ കോക്ലിയയിലെ ദ്രവത്തിൻ്റെ ചലനത്തിനു സഹായിക്കുന്ന ഭാഗമാണ് ഓവൽ വിൻഡോ. എന്താണ് ഓവൽ വിൻഡോ? സ്റ്റേപ്പിസിൻ്റെ ചലനത്തിലൂടെ കോക്ലിയയിലെ ദ്രവത്തിൻ്റെ ചലനത്തിനു സഹായിക്കുന്ന ഭാഗമാണ് ഓവൽ വിൻഡോ. മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന സ്തരമാണ് ബേസിലാർ സ്തരം. മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന സ്തരമാണ് ബേസിലാർ സ്തരം. അസ്ഥി അറയ്ക്കുള്ളിലെ സ്തര നിർമ്മിത അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് എൻഡോലിംഫ്. എന്താണ്? എൻഡോലിംഫ്. അസ്ഥി അറയ്ക്കുള്ളിലെ സ്തര നിർമ്മിത അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് എൻഡോലിംഫ്. സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കുമിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പെരിലിംഫ്. സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കുമിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പെരിലിംഫ്. തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചെവിയുടെ ഭാഗമാണ് ആന്തരകർണം. എന്താണ് ആന്തരകർണം? തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചെവിയുടെ ഭാഗമാണ് ആന്തരകർണം. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗമാണ് കോക്ലിയ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ഏതാണ്? കോക്ലിയ. കോക്ലിയയിലെ അറകളുടെ എണ്ണം 3. കോക്ലിയയിലെ അറകളുടെ എണ്ണം എത്രയാണ്? 3. കോക്ലിയയുടെ ആകൃതി ഒച്ചിൻ്റെ ആകൃതിയാണ്. പ്രീവിയസ് ആണ്. കോക്ലിയയുടെ ആകൃതി ഒച്ചിൻ്റെ ആകൃതിയാണ്. കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പെരിലിംഫ്. എന്താണ് ദ്രവം? പെരിലിംഫ്. കോക്ലിയയ്ക്കകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തിനു സഹായിക്കുന്ന ഭാഗമാണ് റൗണ്ട് വിൻഡോ. എന്താണ് റൗണ്ട് വിൻഡോ? കോക്ലിയയ്ക്കകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് റൗണ്ട് വിൻഡോ. ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് കോക്ലിയ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ്? കോക്ലിയ. ശരീരതുലന നില പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങൾ പൊതുവായി അറിയപ്പെടുന്നത് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. എന്താണ്? വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്നാണ്. ശരീരതുലന നില പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങൾ പൊതുവായി അറിയപ്പെടുന്നത് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. ശരീരതുലന നില പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങളാണ് അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ. എന്തൊക്കെയാണ്? അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ ആണ് ശരീരതുലന നില പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങൾ.
ചെവി പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓട്ടോസ്കോപ്പ്. എന്താണ് ഓട്ടോസ്കോപ്പ്? ചെവി പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓട്ടോസ്കോപ്പ്. ഇത്രയുമാണ് നമുക്ക് ചെവിയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നാക്ക്, മൂക്ക് ഇവയൊക്കെ നോക്കാം. ഓക്കെ, താങ്ക് യു.